ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. മക്കളെ, നമ്മുടെ നീറ്റ് എക്സാംസ് അടുത്തെത്തി അല്ലേ? അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ ഏത് തരം ഡ്രസ്സ് ഞങ്ങൾ എക്സാമിന് ഇട്ടുകൊണ്ട് പോകണം? മക്കളെ, അങ്ങനെയുള്ള ഒരു ചിന്ത ഒന്നും നിങ്ങൾ വേണ്ട. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് എക്സാമിന് പോവാം. ഇതൊക്കെ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാംസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ മെയിനായിട്ട് ഡ്രസ് കോഡ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഹെവി ഡ്രസ്സസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. എക്സാമിന് പോകുമ്പോൾ ഹെവി ഡ്രസ്സസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഗേൾസിൻ്റെ കേസിലായിക്കോട്ടെ, നമ്മൾ ബോയ്സിൻ്റെ കേസിലായിക്കോട്ടെ, നമ്മൾ ഭയങ്കര ഫ്ലോറൽ പ്രിൻ്റുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് എക്സാമിന് നിങ്ങൾ പോവേണ്ട കേട്ടോ. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്, ഇപ്പോൾ ഗേൾസിൻ്റെ കേസിലാണെങ്കിൽ കുർത്താസ് ഇടാം. നിങ്ങൾക്ക് കുർത്താസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ ഹാൻഡഡ് ആയിട്ടുള്ള കുർത്തീസ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ കൈമുട്ട് വരെയുള്ള, അതായത് ഇത്ര ഇതിലുള്ള ഷോർട്ട് ഹാൻഡഡ് ആയിട്ടുള്ള കുർത്തീസ് ഇട്ട് പോവാം. അതേപോലെ തന്നെ എന്താ പറയുക, പൈജാമാസ് ഇടുമ്പോൾ നോക്ക് ടൈപ്പുള്ള പൈജാമാസ് ഇട്ടുകൊണ്ട് പോവാം, ലൂസ് ആയിട്ടുള്ള. അതായത് ജീൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ. കാരണം എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് ഒരു പ്രശ്നമായിട്ട്, മെറ്റാലിക് സിബും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നീട് ഒരു പ്രശ്നമാവേണ്ട. അത് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാവേണ്ടത് ഒരിക്കലും നമ്മുടെ എക്സാം എഴുതുമ്പോൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബെൽറ്റ് കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള പാൻറ്റ് ലൂസുള്ള പാൻറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് നല്ല രീതിയിൽ കെട്ടാനൊക്കെ പറ്റുന്ന സിമ്പിൾ പാൻസ് ഇടുക. ആൻഡ് പാൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും അധികം പോക്കറ്റുള്ള കാർഗോ പാനൊന്നും ഇട്ട് പോകരുത് എക്സാം ഹോളിൽ. ഓക്കെ, പിന്നീട് നമ്മൾ ബെൽറ്റ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ബെൽറ്റ്, കാരണം മെറ്റാലിക് ഉള്ളത് കൊണ്ട് തന്നെ മെറ്റാലിക് ഡിറ്റക്ഷൻ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ ബെൽറ്റ് അവിടെ ഊരി വെച്ച് നിങ്ങൾക്ക് ബെൽറ്റ് ഒന്നും ഇടാണ്ട് പാൻസ് ഇടുമ്പോൾ അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് പിന്നെ എക്സാമിന് അത് ബാധിക്കരുത് ഒരിക്കലും. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. റെഡിയല്ലേ? അപ്പോൾ ബോയ്സും ഗേൾസും മെയിൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പ്ലെയിൻ ഇങ്ങനെയുള്ള കോളർ ടൈപ്പ് ടീഷർട്ട് അല്ലാതെ റൗണ്ട് നെക്ക് ആയിട്ടുള്ള ടീഷർട്ട്സ് ഇട്ട് എക്സാമിന് പോവുക. റെഡിയല്ലേ മക്കളെ? റൗണ്ട് നെക്ക് ആയിട്ടുള്ള ടീഷർട്ട് ഇട്ട് എക്സാമിന് പോവുക. അതേപോലെ തന്നെ ഒരു നീറ്റ് ലൂസ് പാൻസും ഇട്ട് പോവാം, ട്രൗസേഴ്സോ പാൻസോ ഇട്ട് പോവാം. മെയിൻലി എന്താ പറയുക, പ്ലാസ്റ്റിക് ബട്ടൺസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താ പറയുക, നല്ല കെട്ടുന്ന ടൈപ്പുള്ള പാൻസ് ഇട്ട് പോവുക. റെഡിയല്ല മക്കളെ? അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ലേ? ഇനി ചപ്പൽസിൻ്റെ കേസിൽ നമ്മൾ എന്ത് എന്താ പറയുക, ഷൂസ് ആണോ ഇട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ചപ്പൽസ് ആണോ? ഷൂസ് എക്സാം ഹോളിൽ ഇട്ട് പോകാൻ പാടുള്ളതല്ല, അത് അലൗഡ് അല്ല. റെഡി? സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ചപ്പൽസ് ഇടുക. ക്രോക്സ് ആയിക്കോട്ടെ, ക്ലോഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ടൈപ്പ് ഷൂസ്, ടൈപ്പ് സാൻഡൽസ് ഇല്ലേ, അത് അലൗഡ് അല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ മാക്സിമം ഇട്ട് പോകാൻ ശ്രമിക്കുക, ബോയ്സും ഗേൾസും. റെഡിയല്ലേ മക്കളെ? പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെക്സ് നമുക്ക് അലൗഡ് ആണ്. നോർമൽ ആയിട്ടുള്ള സ്പെക്സ് നമുക്ക് അലൗഡ് ആണ്. അതുകൊണ്ട് അതിന് യാതൊരു ചിന്തയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നീട് പലരും ചിന്തിക്കും, ഞങ്ങൾക്ക് പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ട്, മെറ്റാലിക് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് പിന്നീട് പ്രശ്നമാവും. അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളേ അല്ല. റെഡിയല്ലേ മക്കളെ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓർണമെൻറ്റ്സ്. മക്കളെ, മാക്സിമം ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കാതെ തന്നെ നിങ്ങൾ പോകണം. ഒരു ഓർണമെൻറ്റ്സും പാടില്ല. അഥവാ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് അത് അഴിച്ചു വയ്പ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ എൻ്റെ റിങ് മിസ്സായി പോവോ, എന്താ ചെയ്യുക? ഇങ്ങനെ ചിന്ത വരുമ്പോൾ നിങ്ങളുടെ എക്സാമിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മാക്സിമം ഇത് കാര്യങ്ങളൊക്കെ, ഇയറിങ്സ് ആയിക്കോട്ടെ, ചെയിൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മെറ്റലിക് ഓർണമെൻറ്റ്സ് നിങ്ങൾ മാക്സിമം മക്കളെ അവോയ്ഡ് ചെയ്യുക. റെഡിയല്ലേ? പിന്നെ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അല്ലാതെ പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പാടില്ല. ഇതാ വാച്ച്, മൊബൈൽ ഫോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ മക്കളെ? പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുമ്പോൾ, അഥവാ വയ്യാത്ത കുട്ടികളുണ്ട്, കാലിന് വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് NTA ഒരു പെർമിഷൻ എടുത്തിട്ട് അവർക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസോ കാര്യങ്ങളൊക്കെ ഇട്ട് പോകാം, പെർമിഷൻ വേണം. പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ റിലീജിയസ് കസ്റ്റമായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സസ് ഇടുന്ന കുട്ടികൾ, എസ്പെഷ്യലി ഗേൾസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, 1 hour, ഒരു അവർ റിപ്പോർട്ടിംഗ് ടൈമിന് 1 hour നേരത്തെ അവിടെ എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. റെഡിയല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നം അതിൻ്റെ കേസിൽ വരാനേ പാടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഷൂസ് അവോയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ ഹുഡീസ് ടൈപ്പ് എന്താ പറയുക, ഇങ്ങനെ ക്യാപ്പൊക്കെ ഉള്ള അങ്ങനെ ഫുൾ കൈ ടീഷർട്ട് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്, മെയിൻലി എന്താ പറയുക, അധികം ഡാർക്ക് കളർ അല്ലാത്ത ലൈറ്റ് കളർ ടീഷർട്ടും, അത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, അധികം ഫ്ലോറൽ പ്രിൻറ്റോ ടെക്സ്റ്റൊന്നും ഇല്ലാത്ത കാര്യമുള്ള നീറ്റ് ടീഷർട്ട്, റൗണ്ട് നെക്ക് മോസ്റ്റ്ലി പ്രിഫറബിൾ. ഓക്കെ, അത് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പാൻറ്റിൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞ പോലെ കെട്ടാൻ ടൈപ്പുള്ള പാൻസ് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ ഇടുക. ജീൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം മക്കളെ. റെഡി? ലൂസ് പാൻസ് ഇടണ്ട, ബെൽറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. റെഡി? പിന്നെ നിങ്ങൾ ഓർണമെൻറ്റ്സ് പാടില്ല, വാച്ചസ് പാടില്ല, മൊബൈൽ ഫോൺ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പല്ലിൻ്റെ കമ്പിടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, അത് യാതൊരു പ്രശ്നമൊന്നുമില്ല. വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, അറിയില്ലോ നിങ്ങൾക്ക്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് നിങ്ങൾക്ക് കൊണ്ടുവരാം.
പിന്നെ നിങ്ങൾ പെന്ന് കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകണ്ട, അതൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ യാതൊരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സാം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കുക, എക്സാം ഉഷാറായിട്ട് എഴുതുക മക്കളെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.